വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച കോഴിക്കോട് കല്ലുത്താൻ കടവിലെ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസം പിന്നിട്ടിട്ടും പാളയത്ത് നിന്ന് ഒരു സ്ഥാപനം പോലും പുതിയ മാർക്കറ്റിലേക്ക് മാറിയിട്ടില്ല. കോടികൾ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ തുടരുകയാണ്. 2025 ഒക്ടോബർ 21 അത്യാധുനിക സംവിധാനങ്ങളോടെ കോഴിക്കോട് കല്ലുത്താൻ കടവിൽ നിർമ്മിച്ച ന്യൂ പാളയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ഒരു വിഭാഗം വ്യാപാരികളും തൊഴിലാളികളും വർഷങ്ങളായി തുടരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലായിരുന്നു ഉദ്ഘാടനം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോഴും പാളയത്ത് നിന്ന് ഒരു വ്യാപാരി പോലും പുതിയ മാർക്കറ്റിലേക്ക് മാറിയിട്ടില്ല. പാളയത്ത് നിന്ന് കല്ലുത്താൻ കടവിലേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ മാറ്റുന്നതിലെ തർക്കത്തിൽ വ്യാപാരികൾക്കൊപ്പമായിരുന്നു UDF നിലകൊണ്ടത്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ വ്യാപാരികളുടെ ആശങ്ക പരിഗണിക്കുമെന്നും ആരെയും നിർബന്ധിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റില്ലെന്നും നിയുക്ത MLA ഫൈസൽ ബാബു പറഞ്ഞു. പാളയം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പാളയം മാർക്കറ്റ് കോഴിക്കോടിൻ്റെ ഒരു വികാരമാണ്, നമ്മളൊരു ഓർമ്മയാണത്, കോഴിക്കോടിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ നമ്മുടെ ഈ അടയാളങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാക്കല്ല. ഈ അടയാളങ്ങളൊക്കെ അതിൻ്റെ പാരമ്പര്യ മഹിമയോടെ സംരക്ഷിച്ച്, എന്നാൽ പുതിയ കാലത്തിൻ്റെ ചില ആവശ്യങ്ങൾ അവിടെ വേണ്ടി വരും. പാർക്കിംഗ് പോലുള്ള, വാഷ്റൂം പോലുള്ള ആളുകൾ ഇടപഴകുന്നൊരു സ്ഥലമാകുമ്പോൾ നമ്മുടെ പുതിയ ലൈഫ് സ്റ്റൈലിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസൊക്കെ അവിടെ കൊണ്ടുവരേണ്ടത്. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ പാളയം മാർക്കറ്റിനെ പാളയം മാർക്കറ്റായി കൊണ്ട് നിലനിർത്തി നമ്മൾ അതിനെ സംരക്ഷിക്കും. അങ്ങനെ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നൊരു കാര്യം. എന്നാൽ വ്യാപാരികളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് ചില മാറ്റങ്ങളോടെ അധികം വൈകാതെ മാർക്കറ്റ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സദാശിവൻ പറയുന്നു. റീറ്റെയിൽ ഷോപ്പുകാർക്കൊക്കെ ഇതിൻ്റെ 1ാം നിലയിലേക്ക് ആണ് കച്ചവടം അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അവരുടെ കച്ചവടത്തെ ഇത് ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് താഴെ തന്നെ സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നൊരാവശ്യം അവർ ഞങ്ങളുടെ ചർച്ചയിൽ ഉന്നയിക്കേണ്ടായി. അപ്പോൾ ആ കാര്യം പരിശോധിക്കുക എന്ന് പറയുകയുണ്ടായി. അത് പ്രകാരം മാർക്കറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചു. അപ്പോൾ അത് അവർ അംഗീകരിച്ചു. അങ്ങനെ അവരും ഞങ്ങളും ഈ അസോസിയേഷൻ്റെ പ്രതിനിധികളും, കച്ചവടക്കാരുടെ അസോസിയേഷൻ്റെ പ്രതിനിധികളും പോയി സ്ഥലം സന്ദർശിച്ച് അവർക്ക് കൂടെ ഈ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു 10-60ഓളം കടകൾ താഴെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലുത്താൻ കടവിലെ 5 ഏക്കർ സ്ഥലത്താണ് പുതിയ മാർക്കറ്റ് നിർമ്മിച്ചത്. 2009 തറക്കല്ലിട്ട പദ്ധതിക്ക് കോർപ്പറേഷൻ 30 കോടി രൂപ ചെലവിൽ സ്ഥലം നൽകി. 100 കോടി രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ കെട്ടിടത്തിലേക്ക് ഇനിയും വ്യാപാര സ്ഥാപനങ്ങൾ എത്താത്തതും മാർക്കറ്റ് പൂർണ്ണ സജ്ജമാകാത്തതും ആശങ്ക സൃഷ്ടിക്കുന്നു. 7 മാസത്തിന് മുൻപാണ് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. എന്നാൽ നാളിതുവരെയായി ഒരു കച്ചവടക്കാരെ പോലും ഇങ്ങോട്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല. കോടികൾ മുടക്കിയ ഈ പദ്ധതി ഭരണം മാറുമ്പോൾ ഇനി എന്തു സംഭവിക്കുമെന്നത് കണ്ടറിയാം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സുൽത്താനോടൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.